ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്തതെന്ന് പഠിക്കാം. ഈ ബേർഡിനെ ഞാൻ ലോങ് ആൻഡ് ഷോർട്ട് സ്റ്റിച്ച് ഉപയോഗിച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഒരു പെറ്റലിൻ്റെ രൂപം വരച്ചെടുക്കാം. അതിനുശേഷം ഇതിൻ്റെ അകത്ത് 2 വരകൾ മാർക്ക് ചെയ്യാം. പിന്നെ സെൻറ്ററിൽ കൂടി ഒരു വര. അതിനുശേഷം മുകളിൽ നിന്ന് കുത്തി എടുക്കുക. ആദ്യം നമുക്ക് മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. അതിനുശേഷം വീണ്ടും മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, ഇവിടെ ഒരു ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, ഒരു ലോങ് സ്റ്റിച്ച് കൊടുക്കുക. മുകളിൽ നിന്ന് വീണ്ടും കുത്തിയെടുക്കുക, ഷോർട്ട് സ്റ്റിച്ച് ഫസ്റ്റ് ലൈനിൽ കൊടുക്കുക. വീണ്ടും മുകളിൽ നിന്ന് കുത്തിയെടുക്കുക, രണ്ടാമത്തെ വരിയിൽ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. മുകളിൽ നിന്ന് കുത്തിയെടുക്കുക. ഇത് നമ്മൾ ആദ്യം കൊടുത്ത ഷോർട്ട് സ്റ്റിച്ചാണ്. ശേഷം രണ്ടാമത്തെ ലൈനിലോട്ട് ലോങ് സ്റ്റിച്ച് കൊടുക്കുക. വീണ്ടും മുകളിൽ നിന്ന് കുത്തി ആദ്യത്തെ ലൈനിൽ ഫസ്റ്റ് ലൈനിൽ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. മുകളിൽ നിന്ന് കുത്തിയെടുക്കുക. ഇത് നോക്കുക, ഫസ്റ്റ് ലൈനിൽ ഷോർട്ട് സ്റ്റിച്ചാണ് കൊടുത്തിരിക്കുന്നത്. സെക്കൻഡ് ലൈനിൽ ലോങ് സ്റ്റിച്ച് കൊടുക്കുക. ഫസ്റ്റ് ലൈനിൽ ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുക. ഇത് ശ്രദ്ധിക്കുക, ഇതൊരു ലോങ് സ്റ്റിച്ചാണ്. ഇവിടെ നമ്മൾ ഷോർട്ട് സ്റ്റിച്ചാണ് കൊടുക്കുന്നത്. ഇത് ഷോർട്ട് സ്റ്റിച്ചാണ്, നമ്മളിവിടെ ലോങ് സ്റ്റിച്ച് കൊടുക്കുന്നു. ഇത് ലോങ് സ്റ്റിച്ചാണ്, നമ്മളിതിന് ഷോർട്ട് സ്റ്റിച്ച് കൊടുക്കുന്നു. ഷോർട്ട് സ്റ്റിച്ചിന് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ലോങ് സ്റ്റിച്ചിന് ഷോർട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ലോങ് സ്റ്റിച്ചിന് ഷോർട്ട് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഷോർട്ട് സ്റ്റിച്ചിന് ലോങ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നു. ഇത് വളരെ എളുപ്പമാണ് ചെയ്യാൻ, നല്ല ഭംഗിയുണ്ടാവും. പൂക്കൾ തുന്നാനാണ് ഇത് ഉപയോഗിക്കുന്നത്. വളരെ ഭംഗിയായിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ഉപയോഗിച്ച് പൂക്കളും
ബേഡ്സ് അങ്ങനെ എല്ലാം നമുക്ക് ഫില്ല് ചെയ്യാൻ എളുപ്പമാണ് ഇത് ഉപയോഗിച്ച്. ഇത് ഞാനൊരു ലോങ് സ്റ്റിച്ചാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് ഷോർട്ട് സ്റ്റിച്ചാണ് ഇടുന്നത്. വീണ്ടും ലോങ് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുന്നത്. അടുത്തത് നമ്മൾ ഷോർട്ട് സ്റ്റിച്ചാണ് ഇട്ട് കൊടുക്കുക. താങ്ക് യു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ഇടാൻ മറക്കരുത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. താങ്ക് യു.